ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യേശുപിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃത്തിനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റ്യാനയുടെ ഡയറിക്കുറിപ്പ് 435 സന്ദേശം. നിന്റെ അപേക്ഷകൾ മൂലം നീയും നിന്റെ കൂടെയുള്ളവരും നിങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും കരുണ സമ്പാദിക്കും. ദൈവകരുണ ഏവർക്കും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ ഒരു ദൗത്യത്തെക്കുറിച്ച് ഈശോ ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കരുണയുടെ വാക്കുകളിലൂടെ, കരുണയുടെ പ്രഘോഷണത്തിലൂടെ, കരുണയുടെ പ്രവൃത്തികളിലൂടെ, കരുണയുടെ പ്രാർത്ഥനയിലൂടെ 4 രീതിയിൽ ദൈവകരുണ പ്രഘോഷിക്കാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഫൗസ്റ്റീനാമ്മ തൻ്റെ ഡയറി കുറിപ്പിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കരുണയുടെ വാക്കുകൾ, കരുണയുടെ പ്രാർത്ഥന, കരുണയുടെ സന്ദേശത്തിൻ്റെ പ്രഘോഷണം, കരുണയുടെ പ്രവൃത്തികൾ, അങ്ങനെ 4 വഴികളിലൂടെ ദൈവകരുണ പ്രഘോഷിക്കാനായിട്ട് സാധിക്കും. ഈശോ ഇന്ന് വീണ്ടും വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് കൊടുത്ത ബോധ്യത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. നിന്റെ പ്രാർത്ഥന കൊണ്ടും യാചന കൊണ്ടും ഒക്കെ നിനക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും നീ എൻ്റെ കരുണ നേടുമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. ലോകം മുഴുവന് വേണ്ടി അവിടുത്തെ കരുണ യാചിക്കാൻ കടപ്പെട്ടവരും വിളിക്കപ്പെട്ടവരും ജീവിത ദൗത്യം സ്വീകരിച്ചവരുമാണ് നമ്മൾ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും പ്രാർത്ഥനയാക്കി മാറ്റാം. ആ പ്രാർത്ഥന മുഴുവൻ ദൈവകരുണയിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിത സാഹചര്യങ്ങളിലേക്കും ലോകം മുഴുവനിലേക്കും അവിടുത്തെ കരുണ യാചിച്ചുകൊണ്ടുള്ള ജീവിതമായിത്തീരുന്നതിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.